ന്യൂയോർക്ക് സിറ്റി ടോഡി ഷോപ്പ്. നിങ്ങളെല്ലാവരും തന്നെ കുറേയധികം വീഡിയോസും അതുപോലെ ന്യൂസും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടോഡി ഷോപ്പിനെ കുറിച്ചിട്ട്. ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് തന്നെ പറയാം. കള്ളുഷാപ്പിലുപരി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ ചിലവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാനും വിഷ്ണുവും ഗോകുലും ഇവിടെ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ. ഇവർ ഓൾറെഡി കാളാഞ്ചി എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ഒരു ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പോർക്കിൻ്റെ എന്തോ സംതിങ്. പിന്നെ വെജിറ്റേറിയൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ കപ്പ ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു അച്ചാർ, മാങ്ങ അച്ചാർ ലഭ്യമാകുന്നതാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇത് ഒരിക്കലും കുറഞ്ഞ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതെ അത് തന്നെയാണ്. തിരക്ക് കുറഞ്ഞ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉള്ളി ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കി തരും. ഒരു കറി ഞാൻ ഒരു പ്രാവശ്യം രാത്രി വന്നിട്ട് അത് കഴിച്ചിട്ടുണ്ട്. അതും ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല. പിന്നെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ വെജ് തന്നെയാണ് ഇവിടുത്തെ ഫേമസ്. അപ്പോൾ അതെ വിഷ്ണുവൊക്കെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ കാളാഞ്ചി അല്ലേ, കാളാഞ്ചി സ്പെഷ്യൽ മസാല. ഓക്കെ, എങ്ങനെയുണ്ട് ആ ഒരു സാധനം? നന്നായിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി തന്നെ. ടേസ്റ്റ് ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ള ഏതെങ്കിലും കാളാഞ്ചി ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്? കാളാഞ്ചി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. ഗോവ കഴിച്ചിട്ടുണ്ടോ കാളാഞ്ചി? ഞാൻ കഴിച്ചിട്ടില്ല. ഓക്കെ, ഈ കാളാഞ്ചി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ കിട്ടാറ് അല്ല, പേര് കേട്ടില്ല. മേ ബി പേര് പക്ഷെ അത് ചെമ്പല്ലി അല്ല. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ ആണല്ലേ? പക്ഷേ രണ്ടുപേർക്ക് അഫോർഡബിൾ ആണല്ലേ? രണ്ടല്ല, അത് കൂടുതൽ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ കഴിക്കാം. 2-3 പേർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പയും ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അതാണ് നമ്മൾ പിന്നെ കൂടുതലായിട്ട് എന്താ പറയുക, ഫുഡ് ഇപ്പോൾ ഓവർ കഴിക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ഇവിടുത്തെ സ്പെഷ്യൽ അത് ചോദിച്ചിട്ടാണ് ഈ ഒരു കാളാഞ്ചി ഫ്രൈ വാങ്ങിച്ചത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു ഫുഡ് ബ്ലോഗോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമുള്ള അല്ല, ഒരു യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു യൂസർ എക്സ്പീരിയൻസ് മാത്രമാണിത്. ഇവിടെ ആക്ച്വലി നമ്മൾ വന്നത് 1:30 മണിക്കാണ്. ഇവിടെ സമയം എന്ന് പറയുന്നത് ഒരു 2:45 ആവുന്നു. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു ഈ ഒരു ഹട്ടിന് വേണ്ടി. കാരണം ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള നമ്മുടെ കള്ളുഷാപ്പ് പോലൊരു ക്യാബിൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹട്ട്സ് ഉണ്ട്. ഹട്ട്സിലാണ് ആക്ച്വലി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൈബ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു. അതായത് ആ ഒരു ഹട്ടിൻ്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാലേ നമുക്ക് കാര്യമുള്ളൂ. അതർവൈസ് നമുക്ക് ആ ഒരു ഹട്ട് കിട്ടാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൾ ഒഴിയാറായോ നോക്കിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനേ ഉള്ളൂ. അത് തന്നെയാണ് ഒരു പോകാൻ വഴി എന്ന് പറയുന്നത്. അത് അതെ, വീക്ക് ഡേയ്സ്. ഇത് പിന്നെ സൺഡേയും കൂടെയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സൺഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ട്. അവർക്ക് പോലും, അതായത് ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പോലും സമയമില്ല. അതുപോലെ തന്നെയാണ് ആ ഒരു വെജ് കറിയും അവർക്ക് ഉണ്ടാക്കാൻ ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് പക്ഷേ അച്ചാർ മാത്രം തന്നത്. ഞാനൊരു പ്ലേറ്റ് കപ്പ എന്തായാലും കഴിച്ചായിരുന്നു. കപ്പ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു അപ്പത്തിന് വെയിറ്റ് ചെയ്യുവാണ്. ഒരപ്പമോ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഇവിടുത്തെ ആ ഒരു അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരെണ്ണം പറഞ്ഞത്. എന്തായാലും അതെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരൊരു കപ്പയും കൂടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയുന്നത് ബിസി, നല്ല തിരക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല തിരക്ക് തന്നെയാണ്. നമ്മൾ ഹട്ടിൽ ഇരുന്നിട്ട് കഴിക്കുന്നതാണ് കുറച്ച് ബെറ്റർ എന്നുള്ളത്. പിന്നെ ഈവനിങ്സിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി അല്ലേ? അതെ, കുറച്ച് ടെമ്പറേച്ചർ ഒക്കെ കുറവായിരിക്കും. ആ ഒരു ഇതും ഇവിടെ ഊണ് കഴിക്കാനായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഊണില്ല. ഇവിടെ ആകെ ഉള്ളത് കപ്പയും ഈ ഒരു അപ്പവും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം അല്ലേ ഈ ഒരു ഉള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഷാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ഒരു സ്പൈസി ആയിട്ടുള്ള, കുറച്ച് സ്പൈസി കൂടുതലായിട്ടുള്ള നല്ല ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത്, നോൺ വെജ് സാധനങ്ങൾ. സോ അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാമല്ലോ. വെജ് വേണം കഴിക്കാനുള്ളവർ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരേണ്ടി വരും. അതെ, ഇൻ കേസ്. അതാണ്. പിന്നെ വെജിറ്റേറിയൻസ് എനിക്ക് തോന്നുന്നു അങ്ങനെ കൂടുതൽ വരാറില്ല. പിന്നെ നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആലപ്പുഴ ഒരു ഹോൾട്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആലപ്പുഴ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കുറേ ആളുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഓൾറെഡി വന്നിട്ടുണ്ടാണ്. അപ്പോൾ ഗോകുലും വിഷ്ണുവും
യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരെ വിളിച്ചുകൊണ്ട് വന്നത്. സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചമ്പക്കുളം ഭാഗത്തിനടുത്താണ്. ഇനി എന്തായാലും റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാം. അപ്പോൾ ആ സമയം കൊണ്ട് എന്തായാലും ഈ ഒരു ഫുഡ് കഴിച്ചു കഴിയും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓരോ ഹട്ട്സിനും ഓരോ പേരാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിരിക്കുന്നത് സാന്റിയാഗോയിലാണ്. ന്യൂ ജേഴ്സി ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ സിറ്റീസാണ്. വാഷിംഗ്ടൺ DC നമുക്കിവിടെ കാണാം, ന്യൂയോർക്ക് സിറ്റി ഉണ്ട്. അതുപോലെ ഓരോ സിറ്റികളുടെ പേരാണ് ആക്ച്വലി ഓരോ ഹട്ട്സിനും ഉള്ളത്. നമ്മൾ എന്തായാലും ഇരിക്കുന്നത് ഇപ്പോൾ സാന്റിയാഗോയിലാണ്. സാന്റിയാഗോയിൽ ഇരുന്നിട്ട് കാളാഞ്ചി ഫ്രൈയും അതുപോലെ തന്നെ പോർക്കും ഒക്കെ ഇരുന്ന് കപ്പയും ഒക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ അപ്പം എന്ന് പറയുന്നത്. പൊതുവെയുള്ള നോർമൽ അപ്പം പോലെയുള്ള ദോശയാണ്. ആക്ച്വലി ഇത് ദൊപ്പമാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ഇവിടെ എനിക്ക് തോന്നുന്നത് സെർവ് ചെയ്യാനായിട്ട് ഒരാളെ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം തന്നെയാണ്, ഒരാൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നത്. കാരണം ഒരു ദോശ 12 മണിക്കൂറല്ലേ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല ഡിലേ വരുന്നുണ്ട് ഫുഡുകൾ. നമ്മൾ ഏത് ഓർഡർ ചെയ്യണം? കപ്പ പറഞ്ഞിട്ട് ഒരു വന്നത്തിൽ ലേറ്റ് ആയിട്ടാണ്. അത് റീസൺ ഇത് തന്നെയാണ്. എന്താ പറയുക, നല്ല റഷ് ഉണ്ട്. അതുപോലെ ഒറ്റ ഒരാൾ മാത്രമേ സപ്ലൈ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതാണ് നമുക്ക് ഈ ഒരു ന്യൂയോർക്ക് സിറ്റി ടോണി ഷോപ്പിൽ പോയിട്ട് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. ചെറിയൊരു യൂസർ റിവ്യൂ ആയിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് വന്ന ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.